അങ്ങനെ പുതിയൊരു എക്സ്പ്ലനേഷനുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഡ്രാമ കറന്റ്ലി ഓൺഗോയിങ് ആയിട്ടുള്ള സാമീസ് ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്ന ഒരു ചൈനീസ് BL ആണ്. ഒറ്റ പാരഗ്രാഫിന്റെ പ്ലോട്ട് പറയുവാണെങ്കിൽ, സമാധാനമായ ഒരു ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി ടോപ്പർ ആയിട്ടുള്ള ഒരു കോളേജ് സ്റ്റുഡന്റ്. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇവന്റെ ലൈഫിലേക്ക് ഒരു ഗ്യാങ്സ്റ്റർ കയറി വരുവാണ്. അതും ഗ്യാങ്സ്റ്റർ കയറി വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഗ്യാങ്സ്റ്ററിന് ഒരു തിരക്കഥ എഴുതണം. അതിന് തിരക്കഥ എന്താന്ന് പോലും അറിയാതെ അകപ്പാടെ പുസ്തകം വായിച്ച് പഠിക്കാൻ മാത്രം അറിയുന്ന ഇവന്റെ അടുത്തേക്ക് തിരക്കഥ എഴുതാൻ പറഞ്ഞുകൊണ്ട് ചെല്ലുവാണ്. ഇവൻ യൂണിവേഴ്സിറ്റി ടോപ്പർ ആണെന്നുള്ള ഒരു പേരിൽ മാത്രം. പക്ഷെ ഇയാളെയും ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടും കണ്ട് പേടിച്ച ഈ കുട്ടി ഇവന് തിരക്കഥ എഴുതാൻ അറിയില്ല എന്ന് പറയുന്നില്ല, പകരം എഴുതാമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ കൂടുവാണ്. അതിനുശേഷമുള്ള ഇവരുടെ ജീവിതവും അതിൽ നടക്കുന്ന ഒരുപാട് കോമഡികളും ഫൈറ്റ് സീനുകളും സങ്കടങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് എന്ന് പറയുന്നില്ല, ഒരു ഗ്യാങ്സ്റ്റർ ഡ്രാമയാണ്. അതുകൊണ്ട് കറന്റ്ലി ഓൺഗോയിങ്ങും കൂടിയാണ്. എങ്ങനെ ഇത് എൻഡ് ചെയ്യുമെന്ന് അറിയത്തില്ല. സോ ഒരു ഡ്രാമയുടെ കഥയാണ് ഇന്ന് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അധികം വൈകിപ്പിക്കുന്നില്ല, ഞാൻ ഡയറക്റ്റ് ഡ്രാമയുടെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കുവാണ്. എപ്പിസോഡ് 1 തുടക്കത്തിൽ തന്നെ ഒരു ശാന്തസുന്ദരമായ കോളനി പ്രദേശം അല്ല നമ്മൾ കാണുന്നത്, പകരം നല്ല തല്ലും കോളും ഏത് നിമിഷം വേണമെങ്കിലും ഉണ്ടാവാം എന്ന രീതിയിലുള്ള ഒരു കോളനി പ്രദേശമാണ് കാണിക്കുന്നത്. നമ്മുടെ കഥാനായകനായ ചൂസാൻ എന്ന് നമുക്ക് അവനെ വിളിക്കാം. സോ പ്രൊനൗൺസിയേഷൻ ചെറിയ പ്രശ്നമുണ്ടാവും, ചൈനീസ് നെയിംസ് ആണ്, അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ചൂസാന് അവന്റെ സ്ഥലത്തെ പറ്റിയും അവനെ പറ്റിയും ഒരു ഇൻട്രൊഡക്ഷൻ തരുവാണ്. അതായത് ആദ്യം തന്നെ അവന്റെ പേര് പറയുന്നു, എൻ്റെ പേര് ചൂസാൻ, ആൻഡ് ഞാനുള്ള ഈ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് പ്രോസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഒരുപാട് ഗ്യാങ്സ്റ്റേഴ്സ് ഉണ്ട്, പണിയെടുത്ത് ജീവിക്കുന്നവരുമുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ പറ്റി ജീവിക്കുന്നവരുമുണ്ട്. ഇവരുടെ ഇടയ്ക്കാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ കയ്യിലുള്ള കുറച്ച് ഫുഡ് ആ കടയിലെ ഒരു ചേച്ചി, അതായത് ഇവൻ താമസിക്കുന്ന അടുത്ത് തന്നെ, അതായത് ഇവന്റെ വകയിൽ ഒരു ബന്ധുവൊക്കെ ആയിട്ട് വരും, പുള്ളിക്കാരത്തെ ഒരു ഹോട്ടൽ നടത്തുന്നതാണ്. ഇവനാണെങ്കിൽ ഒരു കാറ്ററിംഗ് പോലെ, കാറ്ററിംഗ് അല്ല ഡെലിവറി സർവീസ് പോലെ പുള്ളിക്കാരത്തെ ഫുഡ് എടുത്ത് ഓരോരുത്തർക്ക് കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു ഇതാണ്. ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ആളൊരു യൂണിവേഴ്സിറ്റി ടോപ്പറാണ്. അതുകൊണ്ട് തന്നെ പണിയെടുക്കുന്ന സമയത്ത് പോലും അവൻ ഇടയ്ക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അതായത് ഫുഡ് ആവണമല്ലോ കൊണ്ട് കൊടുക്കാൻ, അപ്പോൾ ആവുന്ന സമയത്ത് അറ്റത്തിരുന്ന് പഠിക്കും. അവൻ്റെ ആ സ്ഥലത്തെന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം അത്രത്തോളം സപ്പോർട്ടാണ്. കുട്ടിയിരുന്ന് പഠിക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. സോ ഇവൻ ഫുഡ് ഇതുപോലെ കൊണ്ട് കൊടുത്തിട്ട് അറ്റത്തിരുന്നിട്ട് ഇങ്ങനെ പഠിക്കുവാണ്. പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, മുമ്പിലായിട്ട് ഒരു അപ്പാപ്പൻ ഇരുന്നിട്ട് മൂട്ടാൻ തള്ളുവാണ്. ഈ അപ്പാപ്പൻ്റെ അടുത്താണെങ്കിൽ അയാൾ പറയുന്നതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങുന്ന 2 പിള്ളേരും ഇരിപ്പുണ്ട്. അപ്പോൾ ഈ അപ്പൻ പറയുന്ന കഥ ഈ പിള്ളേർ ഇങ്ങനെ ഭയങ്കരമായിട്ട് കേട്ടോണ്ടിരിക്കുക. ഈ അപ്പൻ പറയുന്ന കഥ ആരുടെയെന്ന് വെച്ചാൽ ഒരു ഗ്യാങ്സ്റ്ററിന്റെ കഥയാണ്. അതായത് അങ്ങേര് പോയിട്ട് കുറെ ആൾക്കാരെ അടിച്ചിട്ടതും, അതായത് ഒരു ഇരുട്ടുള്ള രാത്രിയിൽ ഒരു വലിയൊരു ഫൈറ്റ് നടന്നു. ആ ഫൈറ്റിൽ ഈ ഒരു ഗ്യാങ്സ്റ്റർ ഇത്ര ആൾക്കാരെ കൊന്നു, അതായത് ഒരു മനുഷ്യന് ചെയ്യുന്നതിനും അപ്പുറം പറന്ന് നടന്ന് വെട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തള്ളി മറിക്കുക. അതായത് ഇയാൾക്ക് എന്തോ ഇത് പറയാൻ ഒരു പ്രമോഷൻ കൊടുത്താണൊക്കെയാണ് ഇയാളിൽ നിന്ന് കഥ പറയുന്നത്. ഇതെല്ലാം പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ചൂസാൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ഈ പിള്ളേരാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ എന്നിട്ടോ എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ സഹിച്ചിരിക്കുക. അങ്ങ് തള്ളങ്ങ് അപ്പുറത്തെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചൂസാൻ അവിടെ നിന്ന് പറഞ്ഞു, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു ഇത്രയും സമയത്തിനുള്ളിൽ അവൻ്റെ എനർജി പോകും, ഒരാൾക്കും ഇത്രയും നേരം നിന്ന് ഫൈറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് കുറേ തിയറീസ് എടുത്തിട്ട് ഇവൻ സംസാരിക്കുക. കാരണം പഠിപ്പിയാണല്ലോ, ഒരാളുടെ എനർജി നിൽക്കുന്ന അത്രയുള്ള സമയവും എല്ലാം സയൻസും അതും എല്ലാം കൂട്ടിക്കൊഴിച്ച് അവൻ കറക്റ്റ് ഇങ്ങനെ ലോജിക്കായിട്ടുള്ള കണക്കുകൾ ഇങ്ങനെ എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ അപ്പാപ്പന് കുറച്ച് ദേഷ്യം വന്നു. അപ്പം പറയും, ഞാനിത് കണ്ട കാര്യം, അപ്പം നീ എന്താ പറയുന്നത്, ഞാൻ പറയുന്നത് നുണയായിട്ടാണോ? അപ്പോൾ ഈ പിള്ളേർക്ക് ഒരു സംശയം തോന്നി, ഇനി ഇവൻ പറയുന്നതാണോ ശരി? കാരണം യൂണിവേഴ്സിറ്റി ടോപ്പറാണ്, പഠിപ്പിയാണ്. അപ്പൊ ഇവനിങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് ഒന്ന് പറയാണ്, ഒരു മനുഷ്യൻ ഒരിക്കലും അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു മനുഷ്യൻ ഇത്രയും സമയം കൊണ്ട്. അപ്പൊ ഈ അപ്പാപ്പനാണെങ്കിൽ നിന്ന് തർക്കിക്കുക, ഇത് ഞാൻ കണ്ട കാര്യമാണ്, നീ ഞാൻ നുണ പറയുവാന്നാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ അപ്പാപ്പൻ നിന്ന് തർക്കിക്കുക. ആ ടൈമിൽ ഇവൻ പറയുന്നുണ്ട്, ഓക്കെ ഇനിയിപ്പോൾ എനിക്ക് ഇത്രയും പേരെ കൊന്നിരിക്കട്ടെ, ഇത് പോലീസ് കേസ് ആവൂലേ, ഇത്രയൊക്കെ പേര് ഇങ്ങനെ തല്ലിക്കൊന്നിട്ടാൽ ഇതെന്താ വെള്ളരിക്കപ്പെട്ട വല്ലതാണെന്നൊക്കെ ഓർത്ത് ഇവൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അപ്പാപ്പന് ദേഷ്യം വരുന്നുണ്ട്, കാരണം ഇയാളുടെ കയ്യിൽ നിന്ന് പോയല്ലോ, അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ഇയാളെങ്കിൽ ഇവന്റെ അടുത്തോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചെല്ലുമ്പോൾ, നമ്മൾ പറഞ്ഞ നേരത്തെ ആ ഒരു കട നടത്തുന്ന ആന്റി ഇല്ലേ, പുള്ളിക്കാരത്തി ആ ചൂലും എടുത്തോണ്ട് ഇങ്ങ് ഇറങ്ങി. മുതുക കളവ തന്നെയും കാത്ത് കാലനോട് BMW ആയിട്ട് വന്ന് കിടപ്പുണ്ട്. എന്നിട്ടും വായിന്നൊരു നല്ലത് വീഴെഴുതി പിള്ളേരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അയാൾക്കിട്ടും കിട്ടുന്നുണ്ട്. നിനക്കെല്ലാം നല്ല ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് പഠിച്ചൂടെ, ഒന്നുമില്ല ഈ ചൂസാനെ കണ്ട് പഠിച്ചൂടെ, ഒന്നുമില്ല അവൻ യൂണിവേഴ്സിറ്റി ടോപ്പറാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങൾ ആ ചെറുക്കന്മാർക്കിട്ടും കണക്കിന് കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മുടെ ചൂസാനെ കുറിച്ച് പുകഴ്ത്തുന്നു. അവിടെ നിന്ന് പഠിച്ചാൽ മോനെ എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ കയറി പോവുകയും ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടുന്ന് സീൻ കട്ട് ചെയ്ത് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ എന്തിനോ വേണ്ടി ഓടുന്ന ഒരുത്തനെയും അവന്റെ പുറകെ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് പണ്ട് ഈ പിള്ളേർ കളരും പോലീസും കളിക്കുമ്പോൾ തൊട്ടാ പോലീസിനെ കൊണ്ട് പിടിക്കാൻ പോകുന്ന പോലെ അവന്റെ പുറകെ ഓടുന്ന കുറെ ഗുണ്ടകളെയും കാണിക്കുന്നുണ്ട്. ഈ ഓടുന്നവനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇനി വരുന്ന സ്ഥലത്ത് ഇവന്റെ പേര് ഇവിടെ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, പറയുന്നില്ല. അപ്പോൾ ഇനി വരുന്ന സ്ഥലത്ത് ഇവൻ ഉണ്ട്, അപ്പോൾ ഓടുന്നവനെ ഒന്ന് നോക്കി വെച്ചു. ഇവിടുന്ന് സീൻ കട്ട് ചെയ്ത് നേരെ ഈവനിങ് ആണ് കാണിക്കുന്നത്. നമ്മുടെ ചൂസാനാണെങ്കിൽ അവന്റെ പണി, അതായത് ഫുഡ് തരുന്ന ഫുഡെല്ലാം കൊണ്ട് കൊടുത്തിട്ട് പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുവാണ്. തിരിച്ചു വരുമ്പോൾ അവന്റെ കയ്യിൽ കുറച്ച് വേസ്റ്റ് ഉണ്ട്. അവനെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഒരു ഡസ്റ്റ്ബിൻ ഇങ്ങനെ പൊക്കുമ്പോഴത്തേക്കും നമ്മളെ നേരത്തെ സീനിൽ ഇട്ട് ഓടിച്ചു വരുത്തുന്നുണ്ടല്ലോ, അവൻ എന്നെ തീർന്ന് വിളിച്ചിരിക്കുമായിരുന്നു. ഇവനെ പെട്ടെന്ന് കണ്ടത് ഇവൻ പേടിച്ച് ബാക്കിലോട്ട് വരുന്നു. ഇതിന്റെ ആ ഡോറ് തിരിച്ചു പോയിട്ട് അവന്റെ തലക്കെട്ട് തന്നെ അടിക്കുകയാണ് ചെയ്യുന്നത്. അടിച്ചിട്ട് ഇയാൾ പെട്ടെന്ന് ദേഷ്യത്തോടെ എന്നിട്ട് നിനക്ക് എന്താ കണ്ണ് കണ്ടുകൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചൂസാൻ ഇങ്ങനെ ആയി, ശരി ചവറിന്റെ പൊട്ട കയറി കിടന്നതും പോരാ, ഈ
ഈ ചവർ എന്നിട്ട് എന്നെ ചീത്ത പറിക്കുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഈ ചവിട്ടുകൊട്ടയിലുള്ളവൻ ഇവന്റെ കയ്യിലുള്ള പൈസ കാണുന്നത്. ഇവൻ പെട്ടെന്ന് അതിന് ചാടി ഇറങ്ങിയിട്ട് കാശ് താടാന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ജൂസാൻ പറഞ്ഞുകൊണ്ട് ഇല്ല ഇത് തരില്ല, ഇത് എന്റെ പൈസയല്ല, എനിക്ക് തിരിച്ചു കൊടുക്കാനുള്ള പൈസ, ഒരിക്കലും ഞാൻ ഈ പൈസ തരില്ല എന്ന് പറയുമ്പോൾ കത്തി കാണിച്ചിട്ട് അവനെ പേടിപ്പിക്കുന്നുണ്ട്. നിനക്ക് ജീവൻ വേണോ പൈസ വേണോ? ജൂസാൻ പക്ഷെ പൈസ എന്ത് ചെയ്താലും കൊടുക്കുന്നില്ല. കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് ചാവുവാണെ ചാവട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം ആ ഒരു സ്പോട്ടിൽ പെട്ടെന്ന് ഒരു കത്തി പറന്നു വന്ന് ഇവ നിൽക്കുന്ന ആ ഒരു മതിലിലേക്ക് തറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഭിത്തിയിലേക്ക് തറയ്ക്കുമ്പോൾ ആ കത്തി കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു നോർമൽ കത്തിയല്ല, ഒരു പെർട്ടിക്കുലർ ഗ്യാങ്ങിന്റെ ലീഡേഴ്സ് മാത്രം, നമ്മൾ പറയില്ല പരമ്പരാഗതമായി കൈമാറി വരുന്ന സാധനമൊന്ന് അവർ യൂസ് ചെയ്യുന്ന ഒരു കത്തിയാണ്. ഈ കത്തി കണ്ടപ്പോൾ തന്നെ നമ്മുടെ ചൂസാനെ വരട്ടിക്കൊണ്ടിരിക്കുന്നവന് കാര്യം പിടികിട്ടി. അവൻ പെട്ടെന്ന് ബാക്കിലേക്ക് തിരിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുവാണ്. നോക്കുമ്പോൾ നമ്മുടെ ചൂസാനെ നോക്കുന്നുണ്ട്. ആ ടൈമിലാണ് നമ്മുടെ ചൂസാൻ ആദ്യമായിട്ട് ആ അപ്പാപ്പൻ പറഞ്ഞ കഥയിലെ ആളെ നേരിട്ട് കാണുന്നത്. അങ്ങനെ നമ്മുടെ കഥയിലെ അടുത്ത നായകനെത്തി. നമ്മുടെ നായകന്റെ പേരാണ് ലിയോയി. സോ നമുക്ക് ലൂ എന്ന് വിളിക്കാം, ഷോർട്ടായിട്ട് ലൂ എന്ന് വിളിക്കാം. ഈ ലിയോനെ കണ്ട ആ ഒരു ടെൻഷനിൽ ഈ ചൂസാനെ വരട്ടിക്കൊണ്ടിരുന്നവൻ പെട്ടെന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് നമ്മുടെ ലിയോനെ എറിയുകയാണ് ചെയ്യുന്നത്. ആ കത്തി പോകുന്ന ഫോഴ്സിൽ തന്നെ നമ്മുടെ ലൂ ആ കത്തി പിടിക്കുകയാണ് ചെയ്യുന്നത്. അവന്റെ നേരെ വന്ന കത്തി പിടിച്ചിട്ട് തിരിച്ച് ഇവനെ എറിഞ്ഞ് അവിടെ ഇടുകയാണ് ചെയ്യുന്നത്. അവന്റെ കാലിനിട്ടങ്ങാണ്ട് കത്തി കൊണ്ടിട്ട് അവനവിടെ വീഴുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മുടെ ചൂസൻ ഞെട്ടി നിൽക്കുകയാണ്. അതായത് മുന്നേ പറഞ്ഞ അപ്പാപ്പൻ പറഞ്ഞ ആ സ്റ്റോറി എല്ലാം കറക്റ്റ് ആയിരുന്നു. അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ശാസ്ത്രം തോറ്റു മനുഷ്യൻ ജയിച്ചു. ഞാൻ പഠിച്ച സയൻസ് ഇങ്ങനെയല്ലല്ലോ, എന്റെ ടീച്ചർ എന്നെ പറ്റിച്ചതാണെന്നുള്ള രീതിയിൽ നമ്മുടെ ചൂസാൻ നിൽക്കുമ്പോൾ ബാക്കി ഗ്യാങ്ങിലെ ആൾക്കാരും കൂടെ ഓടി വന്നിട്ട് ഇവനെ അവിടെ എടുത്തിട്ട് ചവിട്ടി കൂട്ടുവാണ്. അതായത് ആ കത്തി എറിഞ്ഞിട്ടില്ലേ അവനെ ചവിട്ടി കൂട്ടുവാണ്. സംഭവം ഇവൻ എന്തോ ഒരു തല്ലിപ്പൊളിയായിരുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് എന്തോ പൈസ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാണ്ട് മുങ്ങി നടക്കുമായിരുന്നു. അങ്ങനെ ഇവർ പിടിച്ചതാണ്. അങ്ങനെ പിടിച്ച് ചവിട്ടിക്കൂട്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഇപ്പൊ ഓടി വന്ന ഗ്യാങ്ങിലെ മെമ്പേഴ്സിലെ അതിലൊരുത്തൻ നമ്മുടെ ലിയോനെ കണ്ടിട്ട് അയ്യോ ഈ ചീല കേസൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി ബോസ് എന്തിനാ വന്ന്, ഞാൻ തന്നെ സെറ്റ് ആക്കൂലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിയോ അവനോട് ഒരു ചവിട്ട് കൊടുത്തിട്ട് പറയുവാണ്, ഇനി അടുത്ത പണിയങ്ങാനും നീ ഇതുപോലെ അലമ്പാക്കിയാല് നിന്നെ ഇങ്ങനെ ആയിരിക്കൂല നിന്റെ കോലം എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മുടെ ചൂസാനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ലിയോ നല്ല ആറ്റിറ്റ്യൂഡിൽ നടന്നു പോവാണ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ഈ ഗ്യാങ്ങിലെ ആ ചവിട്ടം ഉണ്ടാവില്ലേ, അവൻ അവിടെ കിടന്നിട്ട് കാര്യമാണ്. അതായത് അയ്യോ ഞാനൊരു ബാഡ് ആയിട്ടുള്ള ഒരുത്തനാണ്, എനിക്ക് ഇതുവരെ ഒരു പണി പോലും നേരെ ചെയ്യാൻ അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചൂസാൻ എന്താക്കുന്ന വെച്ചാൽ അവന്റെ അടുത്ത് പോയിട്ട് അവനെ സമാധാനിപ്പിക്കാൻ പോവാണ്. ഇതാണ് പണ്ടുള്ള കാരണവന്മാർ പറയുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടരുത്. പക്ഷെ ഇവൻ പോയി തലയിട്ടു, അതിനുള്ളത് കിട്ടുകയും ചെയ്തു. ആ തലയിട്ടടുത്ത് തൊട്ടാണ് ഇവന്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. സമാധാനിപ്പിക്കാൻ പോയ സമയത്ത് ഇവന്റെ കയ്യിൽ നിന്ന് സ്റ്റുഡന്റ് ഐ ഡി താഴെ പോവാണ്. അപ്പൊ ഈ ഐ ഡി നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നവൻ കാണുന്നുണ്ട്. ഇവൻ പെട്ടെന്ന് എടുത്തിട്ടോ നീ ഈ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതാണല്ലേ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ചൂസാൻ പറയുന്നുണ്ട് അതെ ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കരയുന്നവന്റെ കണ്ട നമുക്കറിയാം എന്തോ ഒരു ഉടായ്പോടെ മണക്കുന്നുണ്ട്. ദെൻ ഇവൻ ഈ ഐ ഡി ഇവന്റെ കൊടുത്തിട്ട് പതുക്കെ എഴുന്നേറ്റ് നടന്നിട്ട് ഇവന്റെ ഒറ്റയടിക്ക് ചൂസാനെ താഴെ ഇടുവാണ്. അതായത് ബോധം കെടുത്തി ഇടുവാണ്. പിന്നെ നമ്മൾ കാണുന്ന സീൻ കണ്ണു തുറക്കുമ്പോൾ ചൂസാൻ എവിടെയാണെന്ന് വെച്ചാൽ ഈ ഗ്യാങ്സ്റ്ററിന്റെ അതായത് നമ്മുടെ ലൂവിന്റെ താവളത്തിലാണ് ഉള്ളത്. ബോധം വന്നപ്പോൾ നമ്മുടെ ചൂസാന് കാര്യം പിടികിട്ടി പന്തിയില്ലാത്തൊരു സ്ഥലത്താണ് താനുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ ബോധം വന്നത് കാണിക്കാതെ ബോധം കെട്ട് തന്നെ നമ്മുടെ ചൂസാൻ കിടക്കുവാണ്. പക്ഷെ നമ്മുടെ ലൂവിന് ഇത് മനസ്സിലായിട്ടുണ്ട്. ദെൻ ചൂസാൻ ഇവിടെ കൊണ്ടുവന്നവനെ ലൂ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തൊന്ന് ഡേ കെയർ നടത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഈ പിള്ളേരെല്ലാം തട്ടിക്കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇവൻ പറയുന്നുണ്ട് ഇവൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതാണ്, ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ഈ തിരക്കഥയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഫിലിം സ്റ്റഡീസ് ഒക്കെ പഠിപ്പിക്കുന്നതുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇവൻ എന്തായാലും അത് അറിയായിരിക്കും, ഇവനത് പഠിക്കുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് ഇവനെ കൊണ്ട് തിരക്കഥ എഴുതിപ്പിക്കാലോ എന്ന്. സോ ആ ടൈമിൽ ലൂവിനും തോന്നി ഓക്കെ ഇവനെ കൊണ്ട് നമുക്ക് എന്നാ പിന്നെ അത് ചെയ്യാം. എന്നിട്ട് ലൂവിന് മനസ്സിലായല്ലോ ഇവൻ കിടന്ന് ഉറങ്ങുമല്ലെന്ന്. അപ്പൊ പറയുന്നുണ്ട് ഡാഡാ എഴുന്നേറ്റ് പോടാന്ന് പറയുമ്പോഴത്തേക്കും ചൂസാൻ മനസ്സിലായി കള്ളി പൊളിക്കുന്നുണ്ട്. ചൂസാൻ വേഗം എഴുന്നേറ്റിരിക്കുന്നുണ്ട്. എന്നിട്ട് ലൂ പറയുന്നുണ്ട് അതൊക്കെ എടുത്ത് കഴിച്ചോളാനൊക്കെ പറയുമ്പോൾ ലൂ പറയുന്ന എല്ലാ കാര്യം ചൂസാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ലൂ ചൂസാനോട് പറയുന്നുണ്ട് നീ എനിക്ക് വേണ്ടി ഒരു തിരക്കഥ എഴുതിത്തരണമെന്ന്. അപ്പം നമ്മുടെ ചൂസാൻ പറയുന്നുണ്ട് അയ്യോ അതൊക്കെ വേറെ ഡിപ്പാർട്ട്മെന്റാ, ഞാൻ അതല്ല പഠിക്കുന്നത് എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും അകത്തുനിന്ന് ആരോ തല്ലുന്നതും പിടിച്ച് വലിച്ചുകൊണ്ട് വരുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നേരത്തെ പിടിച്ചുകൊണ്ട് പോയ നമ്മുടെ ചൂസാനെ വരട്ടിക്കൊണ്ടിരുന്നവനല്ലേ അവനെ അകത്തുനിന്ന് പിടിച്ചുകൊണ്ട് വരുവാണ്. അങ്ങനെ നമ്മുടെ ലൂ ഡിസ്ട്രാക്ട് ആയിട്ട് അങ്ങോട്ട് പോവാണ്. അതായത് പിടിച്ചുകൊണ്ട് വന്ന് അവനോട് ചോദിക്കുവാണ് നീ എപ്പം നിന്റെ കടന്നത് തീർക്കും. അപ്പൊ പറയുന്നത് ഞാൻ ഉടനെ തന്നെ തരാം. എന്നിട്ട് പറഞ്ഞു നിന്നെ വെറുതെ വിട്ടാലും നീ ഓടി രക്ഷപ്പെടും. സോ നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഞാൻ വിടത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ കൈ മേശയിൽ വെച്ചിട്ട് 5 വിരലും മുറിച്ച് കളയുവാണ് അവിടെ തന്നെ. അതായത് ചൂസാന്റെ മുമ്പിൽ വെച്ചിട്ട് മുറിക്കുവാണ്. നമ്മുടെ ചൂസാൻ പേടിച്ചു പോയിട്ട് അവൻ വേഗം ഒരു ടേബിളിന്റെ അടിയിലേക്ക് കയറിയിരിക്കുവാണ്. അവന്റെ കൺമുമ്പിൽ വെച്ച് 5 വിരലും വെട്ടുക. അപ്പം ഇവൻ ആകെ ഒരു ട്രോമ പോലെ ആയിപ്പോയി. ദെൻ ഇയാളെ തട്ടിക്കൂട്ടി വീണ്ടും അകത്തേക്ക് തന്നെ കൊണ്ടുപോവാണ്. ആൻഡ് ലീവ് ചൂസാന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുക നീ എന്തോ പറഞ്ഞായിരുന്നല്ലോ, എന്താ നീ അതല്ല പഠിക്കുന്നതെന്ന് എന്തോ ഞാൻ കേട്ട പോലെ. അപ്പൊ നമ്മുടെ ചൂസാൻ പറഞ്ഞു ഞാൻ അതല്ല പഠിക്കുന്നത്, തിരക്കഥ എഴുതുന്ന സംഭവമല്ല ഞാൻ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ ലീവ് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താ, എനിക്ക് തിരക്കഥ എഴുതാൻ പറ്റും, ഞാൻ തിരക്കഥ എഴുതാന്ന് പറഞ്ഞിട്ട് ഇവൻ പെട്ടെന്ന് കൊടുക്കുവാണ്. അപ്പൊ നമ്മുടെ ലീവ് പറയുന്നുണ്ട് അവിടെ നിൽക്കുക, നീ എനിക്ക് ഫ്രീ ആയിട്ടൊന്നും എഴുതണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ പൈസ നമ്മുടെ ചൂസാന്റെ കൊടുത്തിട്ടാണ് ലീവ് പറഞ്ഞു വിടുന്നത് ചൂസാനെ.
ഇതിനുശേഷം ഈ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുന്ന സൂസാനെയാണ് നമ്മളെ കാണിക്കുന്നത്. നമ്മുടെ ല്യൂ തന്ന പൈസ എല്ലാം എടുത്ത് മുമ്പിൽ വെച്ചിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് സൂസാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കൂടെ സൂസാൻ കുറെ കണക്ക് കൂട്ടുന്നുണ്ട്. അതായത് ഈ പൈസ എല്ലാം ഉണ്ടെങ്കിൽ ഇനി എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പണിക്ക് പോകേണ്ട, ആ സമയത്തും കൂടി ഇന്ന് പഠിക്കാം, പിന്നെ എൻ്റെ അച്ഛൻ ഇത്ര കഷ്ടപ്പെടേണ്ട, എൻ്റെ ഫീസൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് അച്ഛനും ജോലിക്ക് പോകാണ്ട് ഇതാക്കാം, ഞാനൊരു തിരക്കഥ എഴുതി കൊടുത്താൽ മാത്രം മതിയല്ലോ, ഇതത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. പിന്നെ ഈ പൈസ എന്ന് പറയുന്നത് ഞാനൊരു ജോലി ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നതാണല്ലോ, അതുകൊണ്ട് ഈ പൈസയെ നമുക്കൊരു മോശപ്പെട്ടായിട്ട് കസ്റ്റമർ ആരായാലും നമ്മൾ നല്ല രീതിയിലാണല്ലോ പണി ചെയ്യുന്നത്, അല്ലാതെ അവർക്ക് ഡ്രഗ്സ് ഒന്നും കൊണ്ട് കൊടുക്കുമല്ലോ, ജസ്റ്റ് കഥ എഴുതി കൊടുക്കുന്നതല്ലേ, അതുകൊണ്ട് ഇതത്ര തെറ്റൊന്നും അല്ലല്ലോ നമ്മൾ ചൂസാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതർ സൈഡിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മാഫിയ ഡീലിംഗ് പോലത്തെ ഒരു സംഭവമാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ലിയു ഒരാളെ ഇൻവൈറ്റ് ചെയ്യുവാണ്. അയാളെന്ന് പറഞ്ഞാൽ അയാളൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ മാഫിയയിൽ തന്നെ ഒരു ഹെഡ് പോലത്തെ ഒരാളാണ്. പുള്ളിക്ക് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് ആണ്. സോ ലിയു അത് മനസ്സിലാക്കി ഒരു 7-8 പെൺപിള്ളേരെ വെച്ച് വശീകരിച്ചാണ് ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടിരുന്നത്. ആൻഡ് ഇയാളിവിടെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഈ ലിയു അടങ്ങിയിട്ടുള്ള മാഫിയ ഗ്യാങ്ങിന്റെ ലീഡറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഒരു മാഫിയ ഗ്യാങ് എന്ന് പറയുമ്പോൾ ആ ലീഡറിന് ഒരു വലങ്കയും ഒരു ഇടങ്കയും ഉണ്ടാകും. അതായത് ലിയു ആണ് വലങ്കൈ, ഇടങ്കൈ ഇതുപോലത്തെ വേറൊരുത്തനുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വലങ്കയും ഇടങ്കയും തമ്മിൽ ഒരിക്കലും ചേരൂല. കാരണം ഞാനാവണം ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരിതുണ്ടാവും. സോ മറ്റേ വന്നിട്ട് പാര വെക്കുവാണ്, ബോസ് ഇവിടെ ഇല്ല, നിങ്ങളെ പറ്റിച്ചു കൊണ്ടുവന്നേക്കുന്നതാണ്, ബോസ് തായ്ലൻഡിലെ ട്രിപ്പിലാണെന്ന് പറയുന്നു. സോ ഇയാൾക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നു. ഇയാൾ ലിയുവിനോട് ചോദിക്കുന്നു, നിനക്കെന്താ എന്നെ കണ്ടിട്ട് ഞാൻ പിള്ള കളിക്കാൻ ഇവിടെ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ, നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്, ഞാൻ ബോസിനെ കാണാനല്ലേ വന്നേ. ആൻഡ് ലിയു പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇയാളൊന്ന് ചീറുവാണ്. ആ കറക്റ്റ് ടൈമിൽ നമ്മുടെ ബോസിന്റെ ഒരു എൻട്രി ഉണ്ട്. നമ്മുടെ ബോസ് അകത്തേക്ക് കയറി വരുവാണ്. അങ്ങനെ ബോസിനെ കണ്ടു, ഇവരിന്ന് എന്തൊക്കെയോ സംസാരിച്ചു. അപ്പൊ നമ്മുടെ ഇവനത്ര പിടിക്കുന്നില്ല, അതായത് പാര വെച്ചവന് പിടിക്കുന്നില്ല. ആൻഡ് ബോസ് വരുമ്പോഴേ വായിലൊരു സിഗരറ്റ് വെക്കുന്നുണ്ട്. സിഗരറ്റ് വെക്കുമ്പോൾ നമ്മുടെ ഇടങ്കയും വലങ്കയും ഒന്നിച്ചത് കത്തിച്ചു കൊടുക്കാൻ പോകുമ്പോൾ ലിയുവിന്റെ അടുത്ത് നിന്നാണ് ഈ തീ, അതായത് കത്തിക്കാൻ നമ്മുടെ ബോസ് സമ്മതിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ലിയു ആണ് ബോസിന്റെ കുറച്ച് ഫേവറേറ്റ്. മറ്റവൻ അത് കണ്ടിട്ട് നല്ല കുശുമ്പുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഈ പുള്ളി പോവാണ്. ഇവരവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഇവർ പോയി കഴിയുമ്പോൾ ലൂ വെളിയിലായിട്ട് ഇങ്ങനെ ഇരിക്കുക ചെയ്യുന്നത്. സോ ആ ടൈമിൽ നമ്മുടെ ബോസ് ഇങ്ങനെ ലൂവിന്റെ അടുത്തേക്ക് നടന്നു വരുവാണ്. ആൻഡ് ലൂ ബോസിനെ വിളിക്കുന്നത് ബ്രദർ എന്നാണ്. സോ നമുക്ക് മനസ്സിലാക്കാം അവര് ബ്രദർ എന്ന് വെച്ചാൽ ബ്ലഡ് ലൈൻ അല്ല, നമ്മൾ ഈ ദത്തെടുത്ത് വളർത്താന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. ആൻഡ് ലൂ ആണെങ്കിൽ ബോസിനെ കാണുന്നത് ബ്രദറിനെ പോലെ ആണെങ്കിലും നമ്മുടെ ബ്രദറിന്, അതായത് നമ്മുടെ ബോസിന് നമുക്ക് ലൂവിന്റെ അടുത്തേക്കുള്ള ഒരു കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ബ്രദറിന് ലൂവിനോട് എന്തോ ഒരു ഫീലിങ്സ് ഉള്ള പോലെ നമുക്ക് തോന്നും. അതിവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല, എന്നാലും നമുക്കത് ഓരോന്ന് കാണുമ്പോൾ, അതായത് പെട്ടെന്ന് അവന്റെ കോളർ ശരിയാക്കി കൊടുക്കുന്നതെല്ലാം കാണുമ്പോൾ സാധാരണ ഒരു BL ഫാൻ എന്ന നിലയ്ക്ക് നമുക്ക് അവിടെ എന്തോ ഒരു പന്തികരുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നും. ദെൻ ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രിയിൽ ഒരു നൈറ്റ് ക്ലബ്ബാണ് കാണിക്കുന്നത്. നമ്മുടെ ലിയും അവന്റെ ആൾക്കാരെല്ലാം കൂടെ രാത്രി ഇങ്ങനെ അടിച്ചു പൊളിക്കുവാണ്. അപ്പൊ ഈ നൈറ്റ് ക്ലബിന്റെ ഇടയ്ക്കേക്ക് നമ്മുടെ ചൂസാൻ വരുവാണ്. ചൂസാൻ എന്തിനാ വരുന്നതെന്ന് വെച്ചാൽ അവൻ എഴുതിയ തിരക്കഥ വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തിരക്കഥ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയാണ് വരുന്നത്. ദെൻ ലിയുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിന് ചൂസാന്റെ ഒരു കോലം എന്താന്ന് വെച്ചാൽ ഒരു സ്കൂൾ കുട്ടിയുടെ യൂണിഫോം വിത്ത് ഒരു വെള്ള ബാഗ്. അതാണ് അവനെ നമുക്ക് മനസ്സിലാക്കുന്ന ഐക്കോണിക് സാധനം. ആൻഡ് ഇവരെല്ലാവരും വലിയ കോട്ടും സൂട്ടൊക്കെ ഇട്ട് പാർട്ടിക്കിടയ്ക്ക് ഇവന് ഈ ഒരു കുളത്തിൽ കയറി വരികയാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇതെന്താ സംഭവം. ദെൻ നമ്മുടെ ലിയു പറയുന്നുണ്ട്, ചൂസാനോട് പറയുന്നുണ്ട് ആ തിരക്കഥ ഒന്ന് ഉറക്കം വായിക്കാൻ. സംഭവം നമ്മുടെ ചൂസാൻ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്ന കഥ എങ്ങനെയാന്ന് വെച്ചാൽ പണ്ടത്തെ ഈ മുത്തശ്ശി കഥകളിലും പിന്നെ നമ്മൾ ഈ TV-യിലൊക്കെ കാണുന്ന പോലത്തെ വലിയൊരു കടൽ തീരത്തൊരു കടലിൽ ഒരു വിച്ച്, ഒരു ദുർമന്ത്രവാദി, പിന്നെ ഒരു മർമെയ്ഡ്, അങ്ങനത്തെ ഒക്കെ ഒരു കഥ എഴുതിക്കൊണ്ടാണ് വരുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ലിയുവിന് ദേഷ്യം വരുന്നുണ്ട്. അവനൊരു ചവിട്ടും കൊടുത്തിട്ട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് നല്ലൊരു കഥ എഴുതി, ഞാൻ കൊച്ചൊന്നുമല്ല, നല്ലൊരു കഥ എഴുതി എനിക്കത് കിട്ടിയിരിക്കണം, ഇവിടെ ഇരുന്ന് എഴുതിക്കോളാൻ പറഞ്ഞിട്ട് അവൻ അവിടെ എത്തി എഴുതുവാണ്. എന്നിട്ട് ഇവന്റെ മുമ്പിൽ നിന്ന് നമ്മുടെ ലിയു ആണെങ്കിൽ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു. ഇവനാണെങ്കിൽ എല്ലാം ഓക്കെ, സമ്മതിക്കാം. സൗണ്ട്, നമ്മളൊരു കാര്യം എഴുതുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷനാണ് അത്യാവശ്യം. പക്ഷെ ഇവിടെ ഭയങ്കര സൗണ്ടും ബഹളവും ഒക്കെയാണ്. എന്നാലും ഇവിടുന്ന് എഴുന്നേറ്റ് പോയാൽ അവന്റെ കൈ കൂടെ ചാവും. അതുകൊണ്ട് ചാവുന്നതിലും ഭേദം വരെ കുറച്ച് കഷ്ടപ്പെട്ട് എഴുതുന്നതെന്ന് ഓർത്ത് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എഴുതുമ്പോൾ നമ്മുടെ ലിയു ആണെങ്കിൽ ഇവന്റെ മുമ്പിൽ കിടന്ന് ഡാൻസ് കളിക്കുവാണ്. സോ ഈ പാട്ടിന്റെ വച്ച എല്ലാം സഹിക്കാം, പക്ഷെ ഇവന്റെ കണ്ണു പോകുന്നത് നമ്മുടെ ലിയുവിന്റെ ബാക്കിലേക്കാണ്. ഇവന് എത്ര നോക്കിയിട്ടും അവിടുന്ന് കോൺസെൻട്രേഷൻ മാറുന്നില്ല. ലാസ്റ്റ് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മുമ്പിലിരുന്ന ഒരു ഡ്രിങ്ക്സ് എടുത്തിട്ട് പെട്ടെന്ന് കുടിക്കുകയാണ് ചെയ്യുന്നത്. കുടിച്ചിട്ട് എങ്ങനെയെങ്കിലും കൺട്രോൾ വരുത്തിയിട്ട് ഇരുന്ന് എഴുതാൻ, അതായത് സംബോധത്തിൽ എന്തായാലും ഇരുന്ന് എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് ബോധമില്ലാണ്ടെങ്കിലും ഇരുന്ന് എഴുതാന്നുള്ള രീതിയിൽ എടുത്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് പിറ്റേന്ന് ഈ പാർട്ടിയെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് നേരം വെളുത്തു. പെട്ടെന്ന് നമ്മുടെ മാഫിയ ഗ്യാങ്ങിൽ ഒരുത്തിന് ഓടി വന്ന് നമ്മുടെ ലൂവിനെ തട്ടി വെച്ചിട്ട് പറയാണ്, വേഗം എഴുന്നേക്ക്, നമ്മുടെ ബ്രദറും സിസ്റ്ററിലോയും വരുന്നുണ്ട്, വേഗം എഴുന്നേക്കാൻ പറയുന്നുണ്ട്. പെട്ടെന്ന് ലൂ ഞെട്ടി എഴുന്നേറ്റിട്ട് നമ്മുടെ ചൂസാനെ എല്ലാം പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ആ ഒരു നൈറ്റ് ക്ലബിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. സംഭവം ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ സിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ലൂവിന്റെ ഒറിജിനൽ പെങ്ങളാണ്. അപ്പൊ ഈ പെങ്ങളുടെ ഹസ്ബൻഡാണ് ഇന്നലെ നമ്മൾ കണ്ട ബ്രദർ എന്ന് വിളിക്കുന്ന ആ ഒരു മാഫിയയിലെ ബോസ് എന്ന് പറയുന്നത്. സോ ഈ ലൂ ഈ തിരക്കഥ എഴുതാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ സിസ്റ്ററിനെ ബ്രദറിനെ വെച്ചിട്ടൊരു സിനിമ എടുക്കണം അവർക്ക്. സോ അതിന് വേണ്ടിയിട്ട് കഥ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചൂസാനെ വിളിച്ചിട്ടുണ്ടാവുക.
അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ സിസ്റ്ററിന് അൽഷിമേഴ്സ് പോലത്തെ എന്തോ ഒരു അസുഖമുണ്ട്. പുള്ളിക്കാരത്തിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മറന്നുപോകും. അപ്പോൾ ആ ഒരു അസുഖം ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്. അതുകൊണ്ട് പെങ്ങളെ എങ്ങനെ സന്തോഷത്തിൽ നിർത്തിക്കാം എന്നൊരു രീതിയിലാണ് നമ്മുടെ ലിയു ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥ പൂർത്തിയായിട്ടില്ല. നമ്മുടെ ചൂസാനാണെങ്കിൽ നിന്ന് നടന്നു ഇരുന്നു എല്ലാം കഥ എഴുത്താണ്. കഥ എഴുതുന്നതോ പോട്ടെ, ഒന്നും സഹിക്കാൻ പറ്റാത്തത് നമ്മുടെ ലിയുവിന്റെ ചവിട്ടുപടിയുമാണ്. അടിനെ കുറച്ച് തടുക്കാൻ ചൂസാൻ പിന്നെയും പഠിച്ചത്, ഇത് ഒഴിഞ്ഞു മാറാൻ പഠിച്ചു. പക്ഷെ ചവിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്നതായതുകൊണ്ട് അവന് ചവിട്ടിയാണ് തെറിപ്പിക്കല്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പോഴും ഇഞ്ചറിയാണ്, ഇതിനെ വെറുതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. സോ ഒരു ചവിട്ടെല്ലാം കിട്ടി സമാധാനത്തിൽ മുകളിൽ പോയിരുന്ന് കഥ എഴുതുവാണ്. അപ്പൊ ആ റൂമിൽ തന്നെ നമ്മുടെ ലിയോന്റെ സിസ്റ്ററും ഉണ്ട്. അപ്പൊ ഈ സിസ്റ്ററിന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ചെറുതായിട്ടൊരു അൽഷിമേഴ്സിന്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ സിസ്റ്ററിന് മനസ്സിലായിരുന്നു ഇത് ഡയറക്ടറാണ്. ആൻഡ് സോറി, ഡയറക്ടർ അല്ല, സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്ന് മനസ്സിലായിരുന്നു. ആൻഡ് ഈ പെണ്ണുങ്ങൾ കൂടി സംസാരിക്കുന്നുണ്ട്, നീയാണല്ലേ ഇത് എന്തിന്റെ സ്റ്റോറിയാന്ന് പറഞ്ഞപ്പം നമ്മുടെ ചൂസാൻ പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞത് ഒരു ലവ് സ്റ്റോറി എഴുതാനാണ്, അതുകൊണ്ട് ഞാനൊരു ലവ് സ്റ്റോറി എഴുതുവാന്ന്. അപ്പൊ ഈ പെണ്ണുങ്ങൾ നമ്മൾ ചൂസാനോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ എന്താണ് ലവ്, വാട്ട് ഇസ് ലവ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടി പറയാൻ ചൂസാനും അറിയത്തില്ല. ദെൻ അത് കഴിഞ്ഞിട്ട് സീനോടെ ഇതായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, താഴെ എല്ലാവരും സെറ്റൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. അതായത് സിനിമ തുടങ്ങാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. സ്റ്റിൽ നമ്മുടെ ജൂസാൻ അവിടെ ഒരു താഴെ ഒരു വെറുതെ ഒരു ഡ്രം ഇട്ടിട്ട് അവിടെ നിന്ന് എഴുതുവാണ്. അപ്പോൾ നമ്മുടെ ലൂ ഇങ്ങനെ ഇടയ്ക്ക് അവനെ നോക്കി പഠിപ്പിക്കുമ്പം ഇപ്പം ഇവനൊരു സപ്പോർട്ടുണ്ട്. അതായത് ആ സിസ്റ്റർ എന്ന് പറയുന്ന ആ പെങ്ങള് ഇവനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ ലൂവിനോട് ദേഷ്യപ്പെടും. അതായത് ചുമ്മാ അവനെ വെറുതെ തൊടരുത്, അവനെ അലമ്പാക്കരുത്, അവനെ അടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. ആ ഒരു ധൈര്യത്തിലാണ് നമ്മുടെ ചൂസാൻ അവിടെ ഇരുന്ന് എഴുതുന്നത്. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് നമ്മുടെ ലൂവിന്റെ സിസ്റ്ററും പിന്നെ സിസ്റ്ററിന്റെ ഹസ്ബൻഡും എല്ലാം ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ലൂ അവിടെ നിന്ന് വേറെ എന്തോ പരിപാടി. നമ്മുടെ ചൂസാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചൂസാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ല. അപ്പം ജസ്റ്റ് അവിടെ തന്നെ പുറത്ത് തന്നെ അവിടെ ഇരുന്നിട്ട് പിന്നെ അവനവന്റെ കഥയുടെ ബാക്കി എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ അവൻ ആദ്യം ഇങ്ങനെ ലൂനെ നോക്കി, ലൂ മൈൻഡ് ആക്കുന്നൊന്നുമില്ല, ലൂ അവിടെ വേറെ പണിയാണ്. ദെൻ ചൂസാൻ അവിടെ ഇരുന്നിങ്ങനെ എഴുതുവാണ്. പെട്ടെന്നാണ് ഫുഡും കൊണ്ട് വന്നത്. സോ ഫുഡും കൊണ്ട് വന്നപ്പം ലൂ എന്താക്കി, ഫുഡെല്ലാം ഒന്നിങ്ങനെ ചെക്ക് ചെയ്യുവാണ്. ആ ടൈമിൽ ഫുഡ് എന്ന് കേട്ടപ്പോൾ അവിടെ നിന്ന് ഒരാളിങ്ങനെ നടന്നു വരുവാണ്. അതായത് അവിടെ സെറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു മരം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ആളിങ്ങനെ നടന്നു വന്നപ്പം സെറ്റിൽ വെച്ചേക്കുന്ന മരം ആയതുകൊണ്ട് അതങ്ങ് ഇളകി അങ്ങ് വീഴുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നേരെ ചൂസാന്റെ മേത്തേക്കാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ലൂ ഓടി വന്നിട്ട് ചൂസാന്റെ മുമ്പിൽ കയറി നിൽക്കുകയാണ്, ചൂസാന്റെ മേത്ത് മരം വീഴാണ്ടിരിക്കാൻ. ആ ടൈമിൽ ചൂസാൻ അടക്കം ഞെട്ടിപ്പോവാണ്. അതായത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് എപ്പോൾ നോക്കിയാലും തല്ലിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഇന്ന് സ്വന്തം ജീവൻ പോലും കളഞ്ഞിട്ട് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുവാണ്. അങ്ങനെ ലൂ വന്നിട്ട് മരം തടഞ്ഞു പിടിക്കുന്നുണ്ട്. ഓൾസോ ലൂവിന് ചെറുതായിട്ട് ഒക്കെ വരുന്നുണ്ട്, കാരണം അത്രയും വലിയൊരു സാധനം മേത്തോന്ന് ഇടിച്ചതായുണ്ട്. ആൻഡ് അതൊന്നും വകവയ്ക്കാൻ നമ്മുടെ ലൂ ചീസാനോട് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ചീസാൻ പറയുന്നുണ്ട്, അതെ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കണ്ണുകളും നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ബാക്കി ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് ബോസ് ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ലൂ ചൂസാനെ നോക്കുവാണ്, അതായത് അവൻ ഓക്കെ ആണെന്നുള്ള രീതിയിൽ. ആൻഡ് ആ ടൈമിൽ നമ്മുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ എപ്പോഴാണോ നമ്മുടെ ചൂസാനെ യൂണിവേഴ്സിറ്റി ടോപ്പറായിട്ട് സെലക്ട് ആക്കിയത്, ആ ടൈമിൽ അവന്റെ സ്ട്രീറ്റിലുള്ള ആൾക്കാരെല്ലാം അവരുടെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാർട്ടി പോലെ വെച്ചായിരുന്നു. ഓൾസോ അതിൽ ഈ ചൂസാനെ അനുമോദിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ എന്തോ ഒരു ആവശ്യത്തിന് നമ്മുടെ ലൂ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സോ അവിടെ വന്നിട്ട് ഇതൊക്കെ കാണുന്ന ലൂവിന് ഈ ഒരു കുട്ടീനെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അതായത് ഇവനാൾ കൊള്ളാമല്ലോ എന്ന രീതിയിൽ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പോകുന്നതായിട്ടും കൂടെ നമ്മളെ കാണിക്കുന്നുണ്ട്. സോ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് നമ്മുടെ ലൂ എന്ന് പറയുന്നത് ചൂസാനെ ആദ്യമായിട്ടല്ല കാണുന്നത്, ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ഇതോടുകൂടി ആ ഒരു ഒന്നാമത്തെ എപ്പിസോഡ് അവിടെ എൻഡ് ചെയ്യുവാണ്. സോ നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾസോ കമൻറ്റും ചെയ്യുക. ആൻഡ് എപ്പിസോഡ് 20 എക്സ്പ്ലനേഷനായിട്ട് ഉടനെ തന്നെ ഉണ്ടാവും. സോ അപ്പം കണ്ട എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ബൈ. അടുത്ത എക്സ്പ്ലനേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.